ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ദാ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ്നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി. ഇടക്കൊച്ചി പൊതുശ്മശാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഇടക്കൊച്ചിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇടക്കൊച്ചി പൊതുശ്മശാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഇടക്കൊച്ചിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇടക്കൊച്ചി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഹൈന്ദവ ശക്തിയുടെ ശക്തമായ പ്രകടനമായി മാറി. ഹിന്ദു ഐക്യവേദി പ്രവർത്തകരോടൊപ്പം വിവിധ ഹൈന്ദവ സാംസ്കാരിക സാമുദായിക സംഘടനാ പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിചേർന്നു. തുടർന്ന് ഇടക്കൊച്ചി പാമ്പായിമൂലയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷൻ മുരുകരാജ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി ഇടക്കൊച്ചി പരശുരാം സ്ഥാനീയ സമിതി രക്ഷാധികാരി രാജേശ്വരൻ സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ സമ്മേളനം ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ആഭ ബിജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ വിവിധ ഹൈന്ദവ ശ്മശാനങ്ങൾ നേരിടുന്ന ശോചനീയാവസ്ഥയും ഇതിൽ അധികാരികൾ സ്വീകരിക്കുന്ന പിന്തിരിപ്പൻ നിലപാടിനെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. വിവിധ പ്രദേശങ്ങളിലെ ശ്മശാനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പോരാട്ടങ്ങളെയും അതുവഴിയുണ്ടായ മാറ്റങ്ങളെയും അദ്ദേഹം അനുസ്മരിച്ചു. ഇടക്കൊച്ചി ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി പ്രദേശത്തെ ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഐലൻഡ് നോർത്ത് കൗൺസിലർ പത്മകുമാരി ടി ആശംസകൾ നേർന്ന് സംസാരിച്ചു. ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ അടുത്ത കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്നും പരിഹാരത്തിനായി പ്രവർത്തിക്കുമെന്നും അവർ അറിയിച്ചു. തുടർന്ന് BJP പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ധനേഷ് ആശംസ പ്രസംഗം നടത്തി. പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ TP പത്മനാഭൻ, ജനറൽ സെക്രട്ടറി PP മനോജ്, സംഘടനാ സെക്രട്ടറി PV ജയകുമാർ, ഗജാൻജി, MH ഭഗവത് സിംഗ്, മേഖലാ സെക്രട്ടറിമാരായ രാജേഷ് മോഹൻ, ഗോവിന്ദൻ, സുരേഷ് രാഘവൻ, ഇടക്കൊച്ചി പരശുരാം സ്ഥാനീയ സമിതി പ്രസിഡന്റ് KS ശശീന്ദ്രൻ, സെക്രട്ടറി MD സുരേന്ദ്രൻ തുടങ്ങിയ നിരവധി പ്രവർത്തകരും BJP സെൽ കോർഡിനേറ്റർ KK റോഷൻകുമാർ, BJP ഏരിയ പ്രസിഡന്റ് VV ശിവപ്രസാദ്, സെക്രട്ടറി സിനോജ്, പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് MH ഹരീഷ്, സെൻട്രൽ ഏരിയ ജനറൽ സെക്രട്ടറി രഞ്ജിനി, പള്ളുരുത്തി സൗത്ത് ഏരിയ വൈസ് പ്രസിഡന്റ് സുമീത് അനപ്പൻ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അജാമളൻ, യുവമോർച്ച പള്ളുരുത്തി ഏരിയ പ്രസിഡന്റ് വിജിത ഹരിഹരൻ, ദിലേഷ് കുമാർ, അമൽ, MS രാജേഷ് എന്നിവർ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകി. അത് നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാതെ കോർപ്പറേഷൻ അധികാരികൾ ആ ആവശ്യങ്ങൾക്ക് മുന്നിൽ പുറന്തരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുശ്മശാനം കൂടുതലായി മറ്റ് ഇതര മതവിഭാഗങ്ങൾ അവർക്ക് അവരുടെ ആരാധനാലയങ്ങളോട് തന്നെ ചേർന്ന്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹലില് മസ്ജിദിനോട് ചേർന്ന് തന്നെ കബറിടങ്ങളും ഉണ്ടാകും. അവരുടേതായ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് പൊതുശ്മശാനത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് 99% ഈ പൊതുശ്മശാനം ഉപയോഗപ്പെടുത്തുന്നത് ഹൈന്ദവ സമൂഹമാണ്. ഈ പൊതുശ്മശാനങ്ങളുടെ കാര്യത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ, അത് ലോക്കൽ ബോഡിയാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും, അതിനോട് ഒരു നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിന് കാരണം ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.